നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പരീക്ഷ ഇങ്ങനെ അടുത്ത് ടെൻഷനൊന്നും അടിക്കേണ്ട. എല്ലാവർക്കും ടെൻഷൻ ഉണ്ടെന്ന് അറിയാം അല്ലേ? തീർച്ചയായിട്ടും. കാരണം എല്ലാവരും മത്സരിക്കുന്ന ഒരു പരീക്ഷ എന്താവോ എന്തോ. കാരണം 10th ലെവൽ ആയതുകൊണ്ട് എങ്ങനെയൊക്കെ ആവും, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും തെറ്റിക്കാൻ സാധ്യത. എത്ര പഠിച്ചു എന്ന് പറഞ്ഞാൽ ഹാളിലിരിക്കുന്ന ഒരു മനസ്സ് അതാണല്ലോ. അതുകൊണ്ട് നിങ്ങളോട് പറയാം, നിങ്ങളെപ്പോലെ എല്ലാവർക്കും ടെൻഷനുണ്ട്. ഒരു 90% ആൾക്കാരും ടെൻഷൻ അടിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കുക, നിങ്ങൾ പരീക്ഷ വിളിച്ച നാൾ മുതൽ ഇന്ന് വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ ആ ഓപ്ഷൻ അനുസരിച്ച് എഴുതാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കണം. അല്ലാതെ എന്നും ഇരുന്ന് ടെൻഷൻ അടിച്ച് ഞാൻ എൻ്റെ കാര്യം പോക്കാണ്, എനിക്ക് ഞാൻ എഴുതാൻ പോകുന്ന പരീക്ഷ എല്ലാം ഇങ്ങനെയാണ്, ഞാൻ എഴുതുന്ന ദിവസത്തെ ചിലപ്പോൾ ഇപ്പം രാവിലെ ഉച്ചയ്ക്കുമാണ് പരീക്ഷ, അപ്പോൾ രാവിലത്തെ പരീക്ഷ എളുപ്പമായിരുന്നു, ഉച്ചക്കലത്തെ പരീക്ഷ പാടായിരിക്കും, ഞാൻ എഴുതാൻ പോകുന്നത് ഉച്ചയ്ക്കാണ്, ഞാൻ എഴുതാൻ പോകുന്നത് രാവിലെയാണ്, എനിക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുണ്ട്. അവരോടൊക്കെ എനിക്കെടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് വിധിച്ചതേ നടക്കത്തുള്ളൂ അല്ലേ? അർഹതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടിയിരിക്കുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നോടുകൂടി PSC ഒന്നും പരീക്ഷ നിർത്തുന്നില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഇത് അർഹതപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, എളുപ്പമല്ല നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനും ആയിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും എഴുതുകയും ചെയ്യും. അല്ലാതെ നിങ്ങൾ ടെൻഷൻ അടിച്ച് അയ്യോ എനിക്ക് വയ്യേ, അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ, കൈ വിറയ്ക്കുന്നു, കൈയെല്ലാം വിയർത്തൊഴുകുന്നു, ഇനി അങ്ങനെയുള്ള ചിന്താഗതിയിൽ പോവാതിരിക്കുക. കാരണം ടെൻഷൻ അടിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്ര നാളുകൊണ്ട് പഠിച്ചതാ, ആ പഠിച്ച വിജയം നിങ്ങൾ പരീക്ഷാ ഹാളിലൂടെ കാണിക്കണ്ടേ. ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരുന്ന് കരയാൻ വേണ്ടിയാണോ? അല്ലല്ലോ. അപ്പോൾ മുന്നോട്ടുള്ള യാത്രകളിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പം ഞാനും ഇന്ന് കുറച്ച് റിവിഷനുമായിട്ടാണ്. ഓരോരുത്തരും ഒത്തിരി റിവിഷൻ കൊണ്ടുവരണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞതിന് ഞാൻ സോഷ്യൽ സ്റ്റഡീസ്, എനിക്ക് തോന്നുന്നു ഹിസ്റ്ററി റിവിഷൻ നടത്തിയപ്പം ജോഗ്രഫി കൊണ്ടുപോവാ സാറേ, ഭരണഘടന കൊണ്ടുപോവാ, സയൻസ് കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞു. ഇന്ന് ഞാൻ സ്കൂൾ ടെസ്റ്റിലൂടെയാണ് നല്ല കുറെ ക്വസ്റ്റ്യനുകൾ എഴുതിയിട്ടുണ്ട്. സ്കൂൾ ടെസ്റ്റിലൂടെ സയൻസ്, എന്നിട്ട് റിവിഷനും കൂടെ കൊണ്ടുവരാമെന്ന് വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിലൂടെ റിവിഷൻ പോവാണ്. ഒന്നാമത്തെ നോക്കാം, 6ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ പ്രിലിംസിന് ചോദിച്ച ചോദ്യങ്ങൾ കിടപ്പുണ്ട്. 6ാം ക്ലാസ്സിലെ സയൻസിന്റെ സ്കൂൾ ടെസ്റ്റ് നോക്കിയാൽ മതി. ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ധാന്യകമാണ്. നമുക്കറിയാം ധാന്യകം ആരൊക്കെ ചേരുന്നതാണ്? ധാന്യകം കാർബണും ഹൈഡ്രജനും ഓക്സിജനും. അപ്പൊ ധാന്യകം എന്ന് പറയുന്നത് ആരൊക്കെ ചേരുന്നതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കാർബണും ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോഴാണ് കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യകം. ഇവരുടെ പ്രധാന ധർമ്മം ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യുക, കൊഴുപ്പിന്റെ ഓക്സീകരണത്തിന് സഹായിക്കുക, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡുകളുടെ നിർമ്മാണത്തിന് സഹായിക്കുക. സ്കൂൾ ടെസ്റ്റിൽ കിടക്കുന്നതാണ്. അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ മലയാളം എന്താ? ധാന്യകമാണ്. കാർബോഹൈഡ്രേറ്റ് ആരൊക്കെ ചേരുന്നതാണ്? കാർബണും ഹൈഡ്രജനും ഓക്സിജനും ചേരുന്നതാണ് അല്ലെ? ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യുക എന്നതാണ് കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് അല്ലെ? ഹൈഡ്രജൻ നിർമ്മാണ പ്രക്രിയ ഏതാണ്? ഹൈഡ്രജൻ നിർമ്മാണ പ്രക്രിയ ബോഷ് പ്രക്രിയ. ഹൈഡ്രജൻ നിർമ്മാണ പ്രക്രിയ ഏതാ? ബോഷ്. ഓക്സിജൻ നിർമ്മാണ പ്രക്രിയ അംശിക ഛേദനമാണ്. ഓക്സിജൻ നിർമ്മാണ പ്രക്രിയ അംശിക ഛേദനമാണ് അല്ലെ? ഹൈഡ്രജൻ എന്ന വാക്കിനർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നു എന്നല്ലേ? ആണ്. ഹൈഡ്രജൻ എന്ന വാക്കിനർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്സിജൻ എന്ന വാക്കിനർത്ഥം എന്താ? ആസിഡ് ഉണ്ടാക്കുന്നു എന്നതാണ്. ഓക്സിജൻ എന്ന വാക്കിനർത്ഥം ആസിഡ് ഉണ്ടാക്കുന്നു എന്നാണ്. അപ്പൊ അത് ഇത്രയും ഓർത്ത് വെച്ചിരിക്കുക. ഹൈഡ്രജനെ ഓക്സിജനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഇത് ഒരു ഓർഡറിൽ പോട്ടെ. അപ്പൊ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുക എന്നതാണ് അല്ലെ? ഇനി കാർബോഹൈഡ്രേറ്റിന്റെ വിവിധ രൂപങ്ങൾ, നമുക്ക് ഊർജം കിട്ടുന്ന ശരീരത്തിലേക്ക് വരുന്ന വിവിധ രൂപങ്ങൾ അന്നജമായിട്ട് കിട്ടും, പഞ്ചസാരയായിട്ട് കിട്ടും, ഗ്ലൂക്കോസ് ആയിട്ട് കയറും, സെല്ലുലോസ് ആയിട്ട് കയറും, നാരുകളായിട്ടൊക്കെ കയറും. കാർബോഹൈഡ്രേറ്റിന്റെ വിവിധ രൂപങ്ങൾ അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ, ഇതൊക്കെയുണ്ട്. അടുത്ത നല്ലൊരു പോയിന്റിലേക്കൊക്കെ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും. അടുത്തെന്ന് പറയുന്നത് ഈ അന്നജത്തിന്റെ ലായനി, ഈ ഭക്ഷണ പദാർത്ഥത്തിൽ അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ടെസ്റ്റ് ഏത്? സ്കൂൾ ടെസ്റ്റ് കിടക്കുന്നതാണ് അയഡിൻ ടെസ്റ്റ്. പഠിച്ചു വെച്ചിരിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ടെസ്റ്റ് ഏതാണ്? അയഡിൻ ടെസ്റ്റ്. അന്നജം അയഡിൻ ലായനിയുമായി ചേരുമ്പോൾ ഇരുണ്ട നീല നിറം ഉണ്ടാകുകയും, അന്നജം അയഡിൻ ലായനിയുമായി ചേരുമ്പോൾ എന്തുണ്ടാകും? ഇരുണ്ട നീല നിറമാണ് ഉണ്ടാകുന്നത്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് പ്രോട്ടീൻ. ശരീരത്തിലെ മറ്റൊരെണ്ണമാണ് പ്രോട്ടീൻ. കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ പഠിച്ചേ, എന്തൊക്കെ ചേരുന്നതാണ് കാർബോഹൈഡ്രേറ്റ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജിമ്മിലൊക്കെ പോകുന്ന ഒരു പ്രോട്ടീൻ കഴിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടീന്റെ മലയാളം മാംസ്യം എന്നാണ്. മാംസ്യം. എന്തൊക്കെ ചേരുന്നതാണ് പ്രോട്ടീൻ? കാർബണും ഹൈഡ്രജനും ഓക്സിജനെയും കൂടാതെ നൈട്രജനും സൾഫറും ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. നൈട്രജനും സൾഫറും. പിന്നെ ചില പ്രോട്ടീനിൽ ഫോസ്ഫറസും ഇരുമ്പും ഉണ്ടെന്ന് പറയാറുണ്ട്.
ചോദിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും അനുയോജ്യം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ ആണ്. ശരീരത്തിന്റെ നിർമ്മിതിക്കും വളർച്ചയ്ക്കും ഏറ്റവും അത്യാവശ്യം ആരാണ്? പ്രോട്ടീൻ ആണ്. പേശികൾ, തലമുടികൾ, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് സംരക്ഷിക്കുന്നതും ഊർജം പ്രദാനം ചെയ്യുകയൊക്കെ നമ്മുടെ പ്രോട്ടീന്റെ പ്രധാന ധർമ്മം. അപ്പൊ പ്രോട്ടീൻ എന്ന് പറയുന്നത് ആരൊക്കെ ചേരുന്നതാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവ ചേരുന്നതാണ് അല്ലെ. പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമല്ലേ അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത്? പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകത്തെയാണ് അമിനോ ആസിഡുകൾ. മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന 2 രോഗങ്ങളാണ് ക്വാഷിയോർക്കറും മരാസ്മസും. മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്വാഷിയോർക്കറും മരാസ്മസിന് ഒരു വിശേഷണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിശപ്പിന്റെ രോഗം എന്ന് വിളിക്കുന്ന രോഗം ഏതാ? വിശപ്പിന്റെ രോഗം എന്ന് വിളിക്കുന്നത് മരാസ്മസിനെയാണ് അല്ലെ. ചതുപ്പ് രോഗം ഏതാ? ചതുപ്പ് രോഗം മലമ്പനി. ചതുപ്പ് രോഗം എന്ന് വിളിക്കുന്നത് മലമ്പനിയാണ്. ചതുപ്പ് രോഗം എന്ന് വിഷൂജിക എന്നറിയപ്പെടുന്നത് ഏതാ? വിഷൂജിക, നീലമരണം, ഇതൊക്കെ കോളറയാണ്. വിഷൂജിക, നീലമരണം ഏതാ? കോളറയാണ്. ക്രിസ്മസ് രോഗം എന്നും രാജകീയ രോഗം എന്നും വിളിക്കുന്നത് ഹീമോഫീലിയാണ്. ക്രിസ്മസ് രോഗവും രാജകീയ രോഗവും ഏതാ? ഹീമോഫീലിയ. രോഗങ്ങളുടെ രാജാവ് ഏതാ? ക്ഷയം. രോഗങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നത് ഏതാണ്? ക്ഷയം. കില്ലർ നിമോണിയ ഏതാ? കില്ലർ നിമോണിയ സാർസ്. കില്ലർ നിമോണിയ ഏതെന്ന് ചോദിച്ചാൽ സാർസ്. കർഷകരുടെ രോഗം ഏതാ? കർഷകരുടെ രോഗം എലിപ്പനി. കില്ലർ നിമോണിയ സാർസ്. കർഷകരുടെ രോഗം ഏതാ? എലിപ്പനി. തൊണ്ടമുഴ എന്നറിയപ്പെടുന്ന രോഗം ഏതാ? തൊണ്ടമുഴ ഗോയിറ്റർ ആണ്. തൊണ്ടമുഴ എന്നറിയപ്പെടുന്നത് ഗോയിറ്റർ. തൊണ്ടമുള്ളോ? ഡിഫ്തീരിയ. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയ. അരിവാൾ രോഗം ഏതാ? അരിവാൾ രോഗം സിക്കിൾ സെൽ അനീമിയ. അരിവാൾ രോഗം എന്നറിയപ്പെടുന്നത് സിക്കിൾ സെൽ അനീമിയാണ്. അരിവാൾ രോഗം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ക്വാഷിയോർക്കറും മരാസ്മസുമാണ്. ക്വാഷിയോർക്കർ. വിശപ്പിന്റെ രോഗം എന്ന് വിളിക്കുന്നത് മരാസ്മസിനെയാണ്. ഭക്ഷ്യപദാർത്ഥങ്ങളിൽ പ്രോട്ടീന്റെ സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ലായനി സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയും കോപ്പർ സൾഫേറ്റ് ലായനിയുമാണ്. പഠിച്ചു വെച്ചിരിക്കുക. നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ പ്രോട്ടീന്റെ സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ലായനി ഏതാ? സോഡിയം ഹൈഡ്രോക്സൈഡിന്റെയും കോപ്പർ സൾഫേറ്റ് ലായനിയുടെയുമാണ് അല്ലെ. കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്നത് ആരൊക്കെ? അപ്പോൾ നമ്മൾ ഇതുവരെ 2 പഠിച്ചു. ആരൊക്കെയാ? ഒന്ന് നമ്മൾ പഠിച്ചത് കാർബോഹൈഡ്രേറ്റിൽ അടങ്ങിയിരിക്കുന്നത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും. പിന്നെ നമ്മൾ പഠിച്ചത് പ്രോട്ടീൻ അഥവാ മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. ഇതാണ് ഏതിലാ? പ്രോട്ടീൻ. ഇനി ഇതായിട്ട് കൊഴുപ്പിൽ ആരൊക്കെ എന്ന് ചോദിച്ചാൽ 3 പേരേ ഉള്ളൂ. കാർബണും ഹൈഡ്രജനും ഓക്സിജനും മാത്രമാണ് കൊഴുപ്പിലും അടങ്ങിയിരിക്കുന്നത്. ഈ ഊർജം പ്രദാനം ചെയ്യുക, ഇതൊക്കെയാണ് പ്രധാനം കൊഴുപ്പിന്റെ ധർമ്മം. പക്ഷെ ഒരേ അളവിൽ നമ്മുടെ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും നിങ്ങൾ എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ്. പക്ഷേ ശരീരം ഊർജത്തിന് വേണ്ടി കൊഴുപ്പിനെ കൂടുതലായിട്ട് ആശ്രയിക്കത്തില്ല. അതുകൊണ്ടാണ് കൊഴുപ്പ് അധികം ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. കൊഴുപ്പിന്റെ ഒരു രൂപാന്തരമാണ് കൊളസ്ട്രോൾ അല്ലെ. കൊളസ്ട്രോൾ എന്ന് പറയാറില്ലേ? കൊളസ്ട്രോളിന്റെ സാധാരണ അളവ് എവിടം വരെ മതി? 200 mg വരെ മതി. അതിൽ കൂടുതൽ പോയാൽ ചെക്ക് ചെയ്യണമെന്നാണ്, ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. കൊളസ്ട്രോളിന്റെ സാധാരണ അളവ് എത്രയാണ്? 200 mg ആണ് അല്ലെ. കൊളസ്ട്രോളിന്റെ രാസസൂത്രം സ്കൂൾ ടെസ്റ്റ് കിടപ്പുണ്ട്. C27H46O. കൊളസ്ട്രോളിന്റെ രാസസൂത്രം പഠിച്ചു വെച്ചിരിക്കുക. C27H46O ആണ് കൊളസ്ട്രോളിന്റെ രാസസൂത്രം. നമുക്ക് 2 കൊളസ്ട്രോളിലെ ചീത്ത കൊളസ്ട്രോളും ഉണ്ട്, നല്ല കൊളസ്ട്രോളും ഉണ്ട്. അതായത് ഈ കൊളസ്ട്രോളിനെ കൊണ്ടുവരുന്ന ലിപ്പോ പ്രോട്ടീനുകൾ 2 ഉണ്ട്. ലിപ്പോ പ്രോട്ടീനുകൾ എന്ന് പറയുന്നത് അതായത് രക്തത്തിലൂടെ കൊളസ്ട്രോൾ സംവഹനം ചെയ്യുന്നതിന് സഹായിക്കുന്ന വാഹക പ്രോട്ടീനുകളെയാണ് ലിപ്പോ പ്രോട്ടീനുകൾ എന്ന് വിളിക്കുന്നത്. ഈ ലിപ്പോ പ്രോട്ടീനുകൾ 2 തരമുണ്ട്. നല്ല കൊളസ്ട്രോൾ HDL അല്ലെ. HDL ടെസ്റ്റ് ലാബിലൊക്കെ പോകുന്നവർക്ക് അറിയാൻ പറ്റും. HDL LDL എടുക്കണേ എന്ന് പറയത്തില്ലേ. നല്ല കൊളസ്ട്രോളിനെ HDL ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്നും ചീത്ത കൊളസ്ട്രോളിനെ LDL ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്ന് വിളിക്കുന്നത് അല്ലെ. ഈ കൊളസ്ട്രോൾ അമിതമായാൽ എന്ത് ചെയ്യും? ഈ ഉൾഭിത്തികളിലൊക്കെ അടിഞ്ഞുകൂടി നമുക്ക് ഏതൊക്കെ അസുഖം വരാം? ഹൃദ്രോഗം, പക്ഷാഘാതം. കൊളസ്ട്രോൾ അമിതമായാൽ ഹൃദ്രോഗവും പക്ഷാഘാതവും ഒക്കെ നമുക്ക് ഉണ്ടാകാം അല്ലെ. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെ? വിറ്റാമിനുകളെ കുറിച്ച് നമുക്ക് നോക്കാം. സ്കൂൾ ടെസ്റ്റിലെ ഏറ്റവും മെയിൻ പോയിന്റുകൾ മാത്രമേ ഞങ്ങൾ എഴുതി തന്നിട്ടുള്ളൂ. ഈ വിറ്റാമിനുകളിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുമുണ്ട്, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുണ്ട്. ആരാണ് വിറ്റാമിനുകൾ കണ്ടെത്തിയ ആള്? വിറ്റാമിനുകൾ കണ്ടെത്തിയത് ഫെഡറിക് ഹോപ്കിൻ. വിറ്റാമിനുകൾ കണ്ടെത്തിയത് ആരാണ്? ഫെഡറിക് ഹോപ്കിൻ ആണ്. വിറ്റാമിനുകൾക്ക് ആ പേര് നൽകിയത് കാസിമർ ഫ്രങ്ക് ആണ്. അപ്പം വിറ്റാമിനുകൾ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ഫെഡറിക് ഹോപ്കിനും വിറ്റാമിനുകൾക്ക് ആ പേര് കൊടുത്തത്
കാസിമർ ഫ്രാങ്കോ ആണ്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ബിയും സിയും മാത്രമേ ഉള്ളൂ. ബിയും സിയും ജലത്തിൽ ലയിക്കും, ബാക്കിയെല്ലാം കൊഴുപ്പിൽ ലയിക്കുന്നതാ, ADEK. അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്നത് ADEK ആണ്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ബിയും സിയുമാണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതെന്ന് വെച്ച്. ഇനി ഓരോ വിറ്റാമിനുകളുടെ ധർമ്മം സ്കൂൾ ടെസ്റ്റിൽ കിടക്കുന്നു. വിറ്റാമിൻ എ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ അറിയാം കണ്ണ് അല്ലെ, കണ്ണ്, ത്വക്ക്, തലമുടി. കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. വിറ്റാമിൻ ബി തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന്. അപ്പൊ വിറ്റാമിൻ എ ആകുമ്പോൾ കണ്ണ്, ത്വക്ക്, തലമുടിക്ക് ആരോഗ്യം കിട്ടും. വിറ്റാമിൻ ബി ശരീരത്തുണ്ടെങ്കിൽ തലച്ചോറിനും നാഡികൾക്കും ഹൃദയം, ത്വക്ക്. വിറ്റാമിൻ സി എന്തിനാന്ന് ചോദിച്ചാൽ രോഗപ്രതിരോധ ശേഷിക്കും, പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിന്. വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനാണ് വിറ്റാമിൻ ഡി. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് അങ്ങ് വായിച്ചു പോകുന്നത്. വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിനാണ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ കെ മുറിവുണ്ടാക്കുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടത് ഏതാണ്? വിറ്റാമിൻ കെ ആണ് നോക്കേണ്ടത്. ഇനി ശരീരത്തിലെ ധാതുക്കളെ കുറിച്ചൊന്ന് പറഞ്ഞേക്കാം. നമ്മുടെ ശരീരത്തിലെ പ്രധാന ധാതുക്കൾ അയൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, സൾഫർ ഉണ്ട്. ഇതാണ് പ്രധാനമായി നമ്മുടെ ശരീരത്തിലെ ധാതുക്കൾ. അയൺ, കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സൾഫർ. ഇനി വളരെ കുറഞ്ഞ അളവിൽ ബാക്കിയുള്ളതുണ്ട്. അയഡിൻ കുറച്ചുണ്ട്, സിങ്ക് ഉണ്ട്, സെലീനിയം ഉണ്ട്. ചന്ദ്രന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? സെലീനിയം, ഫ്ലൂറിൻ, കോപ്പർ, കൊബാൾട്ട് ഇതൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ഉള്ളതാണ്. കൊബാൾട്ട് ഇതൊക്കെ ഉണ്ട്. അപ്പം അയഡിൻ, സിങ്ക്, സെലീനിയം, ഫ്ലൂറിൻ, കോപ്പർ, കൊബാൾട്ട്, ക്രോമിയം ഇതൊക്കെ നമുക്ക് എന്തുണ്ട്? ചെറിയ അളവിലുണ്ട്. ഇനി അവരുടെ ധർമ്മവും കൂടെ അങ്ങ് പഠിച്ചവരെ. ഇനി ഇതാണ്ട് എന്താണ് ഇരുമ്പിന്റെ ധർമ്മം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് അല്ലെ, രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് എന്ത് വേണം? ഇരുമ്പ്. കാൽസ്യത്തിന്റെ ധർമ്മം എന്താ? രക്തം കട്ടപിടിക്കുന്നതിനും എല്ലുകളും പല്ലുകളുടെയും നിർമ്മാണത്തിന്. രണ്ടും അറിയാവുന്ന ക്വസ്റ്റ്യനാ. അപ്പൊ ഇരുമ്പിന്റെ ധർമ്മം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന്, കാൽസ്യത്തിന്റെ ധർമ്മം രക്തം കട്ടപിടിക്കുന്നതിനും എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന്, അയഡിന്റെ ധർമ്മം തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന്, സോഡിയത്തിന്റെ ധർമ്മം ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിന്. അപ്പൊ അയഡിൻ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന്, സോഡിയത്തിന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിന്, പൊട്ടാസ്യമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് പേശികളുടെ ശരിയായ പ്രവർത്തനം. ഈ വരി വേണേ. പേശികളുടെ ശരിയായ പ്രവർത്തനത്തിനും ശരീരത്തിലെ ദ്രാവകങ്ങളുടെ സന്തുലനം നിലനിർത്തുന്നതിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും. മൂന്നെണ്ണമുണ്ട്. പേശികളുടെ ശരിയായ പ്രവർത്തനം, ശരീരത്തിലെ ദ്രാവകങ്ങളുടെ സന്തുലനം നിലനിർത്തുന്ന, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും പൊട്ടാസ്യം വേണം. ഫോസ്ഫറസിൻ്റെത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യവും കോശങ്ങളുടെ ഊർജോത്പാദനം, പേശികളുടെയും നാഡികളുടെയും ശരിയായ പ്രവർത്തനം. ഇതിനൊക്കെ എന്ത് വേണം? ഫോസ്ഫറസ് വേണം. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇനി ധാതുക്കളോ അപര്യാപ്തതര രോഗങ്ങൾ, വെരി വെരി ഇമ്പോർട്ടന്റ്. ഇതിൽ നിന്നൊരു ചോദ്യമുണ്ട്. ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം അനീമിയ അഥവാ വിളർച്ച. അയഡിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം ഗോയിറ്റർ. കാൽസ്യത്തിന്റെ കുറവ് ഓസ്റ്റിയോപോറോസിസ്. കാൽസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം ഏതാണ്? ഓസ്റ്റിയോപോറോസിസ്. ഇരുമ്പിന്റെ കുറവ് മൂലം അനീമിയ, അയഡിന്റെ കുറവ് മൂലം ഗോയിറ്റർ, കാൽസ്യത്തിന്റെ കുറവ് മൂലം ഓസ്റ്റിയോപോറോസിസ്, ഫ്ലൂറിന്റെ കുറവ് മൂലം ദന്തക്ഷയം, പൊട്ടാസ്യത്തിന്റെ കുറവ് മൂലം ഹൈപ്പോകലേമിയ, ഉയർന്ന രക്തസമ്മർദ്ദം. ഹൈപ്പോകലേമിയെ ഉയർന്ന രക്തസമ്മർദ്ദവും. സെലീനിയത്തിന്റെ കുറവ് മൂലം നമുക്കുണ്ടാകുന്ന ഒരു രോഗം ക്യാഷൻബെക്ക് രോഗം എന്ന് പറയുന്നത്. അപ്പൊ ഇരുമ്പ് അനീമിയ, അയഡിൻ ഗോയിറ്റർ, കാൽസ്യം ഓസ്റ്റിയോപോറോസിസ്, ഫ്ലൂറിൻ ദന്തക്ഷയം, പൊട്ടാസ്യം ഹൈപ്പോകലേമിയ, ഉയർന്ന രക്തസമ്മർദ്ദം, സെലീനിയം ക്യാഷൻബെക്ക് രോഗം എന്നറിയപ്പെടുന്നു. ഇനി വിറ്റാമിനുകൾ അപര്യാപ്തത രോഗങ്ങൾ, അതും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് മുമ്പ്, എന്നാലും ഒന്ന് റിവിഷൻ നടത്താം. 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ കിടപ്പുണ്ട്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം നിശാന്തത, സീറോഫ്താൽമിയ, കെരാറ്റോ
കെരാറ്റോമലേസിയ. നമുക്ക് 2 മലേസിയ അങ്ങോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് ഇത് എടുത്ത് പഠിക്കണം. കെരാറ്റോമലേസിയ. അപ്പൊ വിറ്റാമിൻ എയുടെ കുറവ് മൂലം A1 ആണെങ്കിൽ നിശാന്തത, A2 ആണെങ്കിൽ സീറോത്താൽമിയ. ഇങ്ങനെ നമ്മൾ റാങ്ക് ഫയലുകളിലൊക്കെ പഠിപ്പിക്കുമല്ലോ അധ്യാപകർ അല്ലേ. A1 ആണ് അപ്പൊ നിശാന്തത, A2ന്റെ കുറവ് മൂലം സീറോത്താൽമിയ. അപ്പൊ ഒരെണ്ണം കൂടെ പഠിച്ചു, കെരാറ്റോമലേസിയ. വിറ്റാമിൻ B1 ബെറിബറി. വിറ്റാമിൻ B2ലാണ് വായ്പുണ്ണും ഗ്ലോസിറ്റിസും. എന്താ ഗ്ലോസിറ്റിസ്? നാവിലൊക്കെ, നമ്മുടെ നാവൊക്കെ തൊലി ഉരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ കണ്ടിട്ടില്ലേ? നാവിലൊക്കെ ആ കുമിള പോലെ വന്നിട്ടൊക്കെ തൊലി ഉരിഞ്ഞ്, അതാണ് ഗ്ലോസിറ്റിസ്. അപ്പൊ B2 വായ്പുണ്ണും ഗ്ലോസിറ്റസും. അപ്പൊ വിറ്റാമിൻ B1 ബെറിബറി, വിറ്റാമിൻ B2 വായ്പുണ്ണും ഗ്ലോസിറ്റസും, വിറ്റാമിൻ B3 പെല്ലഗ്ര. പരീക്ഷയ്ക്ക് ഒത്തിരി ചോദിച്ചിട്ടുള്ളതാണ് പെല്ലഗ്ര. വിറ്റാമിൻ B3 പെല്ലഗ്ര. പിന്നെ B4 ഇല്ല നമുക്ക്. ബി കോംപ്ലക്സുകളിൽ B4 എന്നും പറഞ്ഞൊരു കോംപ്ലക്സ് ഇല്ല, B5 ഉള്ളൂ. പരസ്തേഷ്യ എന്നും പറഞ്ഞൊരു രോഗം, പരസ്തേഷ്യ. B6 ഉണ്ട്. മൈക്രോസെറ്റിക് അല്ലെങ്കിൽ മൈക്രോസെറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. മൈക്രോസെറ്റിക് അനീമിയ എന്ന് പറഞ്ഞാലും മതി, മൈക്രോസെറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ എന്ന് എടുത്തും പഠിക്കുന്നുണ്ട്. B6. B7 ഉണ്ട്. എക്സിമ, ത്വക്കിനെ ബാധിക്കുന്ന ഒരു രോഗമല്ലേ എക്സിമ. B7ന്റെ കുറവ് മൂലമാണ്. പിന്നെ B8 ഇല്ല. അപ്പൊ B4 ഇല്ല, B8 ഇല്ല. B9 ഉണ്ട്. മെഗലോബ്ലാസ്റ്റിക് അനീമിയ. തെറ്റിപ്പോരുത്, നല്ലൊരു ക്വസ്റ്റ്യൻ. വിറ്റാമിൻ B9ന്റെ കുറവ് മൂലം മെഗലോബ്ലാസ്റ്റിക് അനീമിയ. വിറ്റാമിൻ B12 പഠിച്ചേരെ, പെർനീഷ്യസ് അനീമിയ. വിറ്റാമിൻ B12 പെർനീഷ്യസ് അനീമിയ. അപ്പം അനീമിയയുടെ വരുന്നത് ഏതൊക്കെ നമ്മൾ പഠിച്ചു? B3 പഠിച്ചു, B6 പഠിച്ചു, B9 പഠിച്ചു, B12 പഠിച്ചു. B3 എന്ന് പറഞ്ഞാൽ പെല്ലഗ്ര അല്ലെ, പെല്ലഗ്ര വിളർച്ചയുടെ അനീമിയ പോലെ. B6 മൈക്കോസൈറ്റിക് അനീമിയ, B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയ, B12 പെർനീഷ്യസ് അനീമിയ. ഓക്കെ, ഇത് എത്രയും പഠിച്ചു വെച്ചിരിക്കണേ. അടുത്തതെല്ലാം നമ്മളെ സ്വാഭാവിക അസുഖങ്ങളാണ്. വിറ്റാമിൻ C സ്കർവി അഥവാ രക്തപിത്തം. മലയാളം പഠിച്ചു വെച്ചിരിക്കണേ, രക്തപിത്തം കേട്ടോ. സ്കർവിക്ക് രക്തമോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്നതാണ് മെയിൻ. വിറ്റാമിൻ D റിക്കറ്റ്സ് അഥവാ കണ. ഓസ്റ്റിയോമലേസിയ എന്നും പറഞ്ഞൊരു രോഗമുണ്ട്. നേരത്തെ കെരാറ്റോമലേസിയ A പഠിച്ചപ്പം ഇവിടെ കണ്ട ഓസ്റ്റിയോമലേസിയയും റിക്കറ്റ്സ് അഥവാ കണയും വിറ്റാമിൻ D. വിറ്റാമിൻ E വന്ധ്യത. ഹീമോലിറ്റിക് അനീമിയ എന്നും പറഞ്ഞൊരു രോഗമുണ്ട്, ഹീമോലിറ്റിക് അനീമിയ, വന്ധ്യത. വിറ്റാമിൻ K ഹീമോഫീലിയ അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുക. ഇതൊക്കെയാണ് വിറ്റാമിൻ K. കട്ട പിടിക്കാതെ രക്തസ്രാവം ഉണ്ടാവുക, ഇതൊക്കെ വിറ്റാമിൻ കെയുടെ രോഗാവസ്ഥയാണ്. പഠിച്ചു വെച്ചിരിക്കണേ, ഉറപ്പാണ്. ഇനി ശാസ്ത്രീയ നാമങ്ങളും സ്കൂൾ ടെസ്റ്റ് കിടപ്പുണ്ട്, അത് സെപ്പറേറ്റ് ഞാൻ തന്നിരിക്കുകയാണ്. വിറ്റാമിൻ A റെറ്റിനോൾ, വിറ്റാമിൻ B1 തയാമിൻ, വിറ്റാമിൻ B2 എന്ന് പറയുന്നത് റൈബോഫ്ലാവിൻ, വിറ്റാമിൻ B3 നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ്, വിറ്റാമിൻ B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ. വിറ്റാമിൻ A റെറ്റിനോൾ, B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ്, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ. ഓക്കെ, അത് റിവിഷൻ നടത്തിയാൽ മതി. പലതരണം റിവിഷൻ നടത്തുമ്പോഴേ നിങ്ങൾ ആ കണക്ട് ചെയ്ത് അത് വെക്കുക. ഇനി അടുത്ത നോക്കിയാൽ B6 വരെ അല്ലേ നമ്മൾ ആയോളൂ. B7 ബയോട്ടിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയാനോകൊബാലുമിൻ, B12 സയാനോകൊബാലുമിൻ, വിറ്റാമിൻ C. ഇതോട്ട് നമുക്കറിയാവുന്ന, ഇത് കാണാതെ പഠിച്ചു വെക്കണം, ഒത്തിരി പരീക്ഷയ്ക്ക് ചോദിക്കും. സിയും ഡിയും ഇയും. വിറ്റാമിൻ C ഞാനിത് പണ്ടേ പഠിച്ചു വെച്ചിരിക്കുന്നത് A കഴിഞ്ഞിട്ടേ C വരാവൂ. C കഴിഞ്ഞിട്ടല്ലേ ടോക്കോഫെറോൾ വരൂ. അത് മലയാളം എടുത്താലും മതി. ആ കഴിഞ്ഞിട്ടല്ലേ കാ വരൂ, കാ കഴിഞ്ഞിട്ടല്ലേ ഡാ വരൂ, ഡാ കഴിഞ്ഞിട്ടല്ലേ ഫാ വരൂ. അപ്പം എനിക്ക് ഇത് ഓപ്ഷൻ കണ്ടാലും ഞാൻ ചിന്തിക്കും. C തൊട്ടറിയാം, വിറ്റാമിൻ C അസ്കോർബിക്. പിന്നെ D വരുന്നത് കാൽസിഫെറോൾ, E വരുന്നത് ടോക്കോഫെറോൾ, K വരുന്നത് ഫില്ലോക്കിനോൺ. അപ്പൊ അക്ഷരങ്ങളുടെ കാ ഡാ ഫി എന്നാണ്. ഇത് ഓർത്ത് വെക്കുക. ഹാളിൽ ചെല്ലുമ്പോൾ ഇത് മൂന്നും തിരിഞ്ഞു പോകും. അപ്പൊ ഞാൻ പിന്നെ അത് അങ്ങ് പഠിച്ചു വെച്ചു. വിറ്റാമിൻ C അസ്കോർബിക് ആസിഡ്, വിറ്റാമിൻ D കാൽസിഫെറോൾ, വിറ്റാമിൻ E ടോക്കോഫെറോൾ, വിറ്റാമിൻ K ഫില്ലോക്കിനോൺ എന്ന് പറയുന്നത്. ഇനി ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം എത്ര ഊർജം വേണമെന്ന് ചോദിച്ചാൽ 1900 മുതൽ 2400 കലോറി വരെ, 2400 കലോറി വരെ ഊർജം വേണം കേട്ടോ. അത് ഒരു സ്ത്രീക്കാണെങ്കിൽ 1600 മുതൽ 2000 കലോറി വരെ മതി. പുരുഷ
പുരുഷന് 1900 മുതൽ 2400 വരെ, സ്ത്രീക്ക് 1600 മുതൽ 2000 കലോറി വരെ. ഒരു മുതിർന്ന കുട്ടിക്കാണെങ്കിൽ 1200 മുതൽ 1400 വരെ കലോറി വേണം കേട്ടോ. സ്കൂളിന്റെ ഉച്ചഭക്ഷണത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രതിദിനം ഏകദേശം 750 കലോറി കിട്ടുമെന്നാണ് ബുക്കിൽ കിടക്കുന്നത്. ഓക്കെ, അടുത്തത് മനുഷ്യന്റെ അസ്ഥികൂടം എന്ന് പറയുന്നത് 206 അസ്ഥികൾ ചേരുന്നതാണ്. അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഏതാ? അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി, പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി, തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി, തലയോടിനെ കുറിച്ചുള്ള പഠനം ക്രാനിയോളജി, ഹൃദയത്തെ കുറിച്ചുള്ള പഠനം കാർഡിയോളജി, വൃക്കയെ കുറിച്ചുള്ള പഠനം നെഫ്രോളജി, കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി, ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനം പൾമിനോളജി, ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി, രക്തത്തെ കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി, കണ്ണിനെ കുറിച്ചുള്ള പഠനം ഓഫ്താൽമോളജി, ചെവിയെ കുറിച്ചുള്ള പഠനം ഓർട്ടോളജി, മൂക്കിനെ കുറിച്ചുള്ള പഠനം റൈനോളജി, പല്ലിനെ കുറിച്ചുള്ള പഠനം ഓഡന്റോളജി. ആ പഠനശാഖകൾ, ശരീര പഠനശാഖകൾ പഠിച്ചേ പറ്റൂ, പല തവണ റിവിഷൻ നടത്തിയേ പറ്റുള്ളൂ. ഓക്കെ, മനുഷ്യനിൽ മൊത്തം എത്ര അസ്ഥികളുണ്ട്? 206 അസ്ഥികളുണ്ട് അല്ലേ? അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാ? അസ്ഥികളെയും പേശികളെയും ടെൻഡനുകൾ. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരാണ്? ടെൻഡനുകൾ. അസ്ഥികളെ പരസ്പരം യോജിപ്പിച്ചു പോകുന്നത് സ്നായുക്കളാണ്. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകൾ. 206 അസ്ഥികളാണ്. അതെങ്ങനെ തിരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അക്ഷാസ്ഥികൂടമെന്നും അനുബന്ധാസ്ഥികൂടമെന്നും രണ്ടായിട്ടാണ്. അക്ഷാസ്ഥികൂടത്തിൽ മൊത്തം 80 എണ്ണം ഉണ്ട്. ഇതാ എഴുതിയിരിക്കുന്ന ഏതൊക്കെയാണ് 80 എണ്ണം? തലയോട്ടിയിലെ അസ്ഥികൾ 22, അതായത് 14 എണ്ണം മുഖത്തും 8 എണ്ണം കപാലത്തിലുമാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന കപാലത്തിൽ 8 എണ്ണവും 14 എണ്ണം മുഖത്തും. നട്ടെല്ല് 33, മാറല് 1, വാരിയല് 24. അപ്പൊ തലയോടിൽ 22, നട്ടെല്ല് 33, മാറല് 1, വാരിയല് 24. അക്ഷാസ്ഥികൂടം. ഇനി അനുബന്ധാസ്ഥികൂടമാണ് ബാക്കി എല്ലാവരും. 126 എണ്ണം ഉണ്ട്. തോളല് 4, ഇടുപ്പല്ല് 4, കൈ 60, കാല് 60, കൈ 60, കാല് 60, അങ്ങനെ 126 എണ്ണം ആണ് നമുക്ക് അതുള്ളത്. ഓക്കെ, അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാ. അപ്പൊ മൊത്തം എത്ര അസ്ഥികളുണ്ട്? 206 അസ്ഥികൾ. അപ്പൊ അനുബന്ധ അസ്ഥികൂടത്തിൽ ആരൊക്കെയാ? 126 എണ്ണം. തോളല് 4, ഇടുപ്പല്ല് 2, രണ്ടാണ്. ഇടുപ്പല്ല് 4 അല്ല, ഇടുപ്പല്ല് 2, ഇടുപ്പല്ല് 2, കയ്യിലും കാലിലും 60 വീതമാണ്. ഇടുപ്പല്ല് 2, കയ്യിലും കാലിലും എത്ര വീതം? 60 വീതം. അപ്പം 126 ഉണ്ട്. ടോട്ടൽ 206 ആയി. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇനി മനുഷ്യന്റെ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം 33 പഠിച്ചു വെച്ചിരിക്കുക. കശേരുക്കൾ എണ്ണം 33. അതിൽ ആദ്യത്തെ 3 കശേരുവിന്റെ പേര് അങ്ങ് പഠിച്ചേരെ. നട്ടലിലെ ആദ്യ കശേരുവിനെ അറ്റ്ലസ് എന്നും, രണ്ടാമത്തെ കശേരുവിനെ ആക്സിസ് എന്നും, അവസാനത്തെ കശേരുവിനെ കോക്സിക്സ് എന്നും വിളിക്കുന്നു. നട്ടലിലെ ആദ്യ കശേരു അറ്റ്ലസ്, നട്ടലിലെ രണ്ടാമത്തെ കശേരു ആക്സിസ്, നട്ടലിലെ അവസാനത്തെ കശേരു കോക്സിസ് എന്ന് വിളിക്കുന്നു. അപ്പൊ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? 33. ആദ്യത്തെ കശേരു അറ്റ്ലസ്, രണ്ടാമത്തത് ആക്സിസ്, അവസാനത്തത് കോക്സിസ് ആണ്. ഓക്കെ, ഇനി കയ്യിലെ പ്രധാന അസ്ഥികൾ ഏതൊക്കെ? കയ്യിലെ പ്രധാന റേഡിയസ്, അൾന, ഹ്യൂമറസ്, ഫലാഞ്ചസ്. ഇത് എത്രയാണ്? കയ്യിലെ അസ്ഥികൾ. റേഡിയസ് ഉണ്ട്, അൾനയുണ്ട്, ഹ്യൂമറസ് ഉണ്ട്, ഫലാഞ്ചസ് ഉണ്ട്. കണങ്കൈ എന്ന് എടുത്തു ചോദിച്ചാൽ റേഡിയസും അൾനയുമാണ് കണങ്കൈയിലെ അസ്ഥികൾ. ഭുജാസ്ഥി എന്നറിയപ്പെടുന്നത് ഹ്യൂമറസ് എന്ന് പറയുന്ന കയ്യിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് നമ്മുടെ ഭുജാസ്ഥി. ഫണ്ണി ബോൺ എന്ന് ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഭുജാസ്ഥി, ഈ ഹ്യൂമറസിനെ ഫണ്ണി ബോൺ എന്നും ഈ അസ്ഥിയെ വിളിക്കുന്നുണ്ട്. വിരലിലെ അസ്ഥികളെ വിളിക്കുന്ന പേര് ഫലാഞ്ചസ് എന്നാണ്. ഇതൊക്കെ പഠിച്ചു നോക്കണേ. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവെന്നും പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ടോപ്പിക് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്തു തന്നത്. 6ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റ് തന്നെ. വിരലിലെ അസ്ഥികളെ ഫലാഞ്ചസ് എന്ന് വിളിക്കുന്നു. കൈപ്പത്തിയിലെ അസ്ഥികളെ മെറ്റാകാർപ്പൽസ് എന്ന് വിളിക്കുന്നു. മെറ്റാകാർപ്പൽസ് എന്ന് വിളിക്കുന്നു കൈപ്പത്തിയിലെ അസ്ഥികൾ. അത് എത്രയൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഇനി അസ്ഥികളെ, കാലിലെ അസ്ഥികൾ നോക്കാം. കാലിലെ അസ്ഥികൾ ടിബിയ, ഫിബുല, ഫീമർ. ടിബിയ, ഫിബുല, ഫീമർ ഇതൊക്കെ കാലിലെ അസ്ഥികളാണ്. ഉപ്പൂറ്റിയിലെ, കാലിലെ ഉപ്പൂറ്റിയിൽ കാണുന്ന അസ്ഥിയുടെ പേര് കാൽക്കേനിയസ് എന്നാണ്. ഉപ്പൂറ്റിയിൽ കാണുന്ന അസ്ഥിയുടെ പേര് കാൽക്കേനിയസ്. ഇടുപ്പിലെ അസ്ഥിയെ പെൽവിസ് എന്നാണ് വിളിക്കുന്നത്. ഇടുപ്പിലെ അസ്ഥിയെ
പെൽവിസ്. ഏറ്റവും നീളം കൂടിയ അസ്ഥി തുടയെല്ലാണ്, ഫീമർ അഥവാ തുടയെല്ല്. അത് ബേസ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും നീളം കൂടിയ അസ്ഥി ഫീമർ അഥവാ തുടയെല്ലാണ്. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെ? നല്ലൊരു പോയിന്റ്, ഇത് പഠിച്ചു നോക്കുക. കാൾ ലിനേയസ്. കാൾ ലിനേയസ് ആണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്. ആരെന്ന് ചോദിച്ചാൽ ജീവികൾക്ക് ശാസ്ത്രീയമായ പേര് നൽകുന്ന രീതി കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ആ രീതിയാണ് ദിനാമ പദ്ധതി. ദിനാമ പദ്ധതി, ജീവികൾക്ക് ശാസ്ത്രീയമായ പേര് നൽകുന്ന ദിനാമ പദ്ധതി ആവിഷ്കരിച്ചത് കാൾ ലിനേയസ് ആണ്. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതാ? കോമ. അപ്പൊ മനുഷ്യനെന്നും ഹോമോസാപ്പിയൻസ്, അങ്ങനെ ദിനാമ പദ്ധതി ആവിഷ്കരിച്ചു. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ് ആണ്. ആന ഏതാണ്? ആന എലിഫസ് മാക്സിമസ്, നായ കാനിസ് ഫെമിലിയാരിസ്, സിംഹം പന്തീറ ലിയോ, കടുവ പന്തീറ ടൈഗ്രിസ്. ആനയുടേത് എലിഫസ് മാക്സിമസ്, നായയുടേത് കാനിസ് ഫെമിലിയാരിസ്, സിംഹം പന്തീറ ലിയോ, കടുവ പന്തീറ ടൈഗ്രിസ്, പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്സ്, പശു ബോസ് ടോറസ് അഥവാ ബോസ് ഇൻഡിക്സ് അല്ലെങ്കിൽ ബോസ് ടോറസ് പശുവിൻ്റെതാണ്. കാക്ക കോർവേസ് സ്പ്ലെൻഡസ് ആണ് കാക്ക. മയിൽ പാവോ ക്രിസ്റ്റാസസ്, മയിലിന്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാസസ്. ഇത്രയൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. നെല്ല് ഒറൈസ സറ്റൈവ, നെല്ലിന്റെ ഏതാണ്? ഒറൈസ സറ്റൈവയാണ് നെല്ലിന്റെ ശാസ്ത്രീയ നാമം, ഒറൈസ. അതുപോലെ തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറ, തെങ്ങിൻ്റെത് കൊക്കോസ് ന്യൂസിഫറ. ആര്യവേപ്പിൻ്റെത് അസഡിറിക്റ്റ ഇൻഡിക. അപ്പൊ നെല്ല് ഒറൈസ സറ്റൈവ, തെങ്ങ് കൊക്കോസ് ന്യൂസിഫറ, ആര്യവേപ്പ് അസറഡിക്റ്റ ഇൻഡിക്ക. ചോദിക്കാൻ പറ്റിയതാ. ഈ ശാസ്ത്രീയ വർഗീകരണ രീതിക്ക് തുടക്കം കുറിക്കുകയും സ്പീഷ്യസ് എന്ന പദം ആദ്യമായി കൊണ്ടുവന്ന ആളാര്? കഴിഞ്ഞ LP UP പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. ജോൺ ഡ്രേ എന്ന് പറയുന്നതാ. അപ്പൊ സ്പീഷ്യസ് എന്ന പദം കൊണ്ടുവന്നത് ആരാണ്? ജോൺ ഡ്രേ. നമ്മുടെ സസ്യങ്ങളെ മരങ്ങളെന്നും കുറ്റിച്ചെടികളെന്നും ഔഷധങ്ങളെന്നും വിളിച്ചത് തിയോഫ്രാസ്റ്റസ് ആണ്. ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തത് എന്ന് തിരിച്ചത് അരിസ്റ്റോട്ടിലാണ്. അപ്പൊ സസ്യങ്ങളെ മരങ്ങളെന്നും കുറ്റിച്ചെടികളെന്നും ഔഷധികളെന്നും വിളിച്ചത് ആരാണ്? തിയോഫ്രാസ്റ്റസ്. സ്പീഷ്യസ് എന്ന പദം കൊണ്ടുവന്ന ആളാരാണ്? ജോൺ ഡ്രേ. ഇനി ജീവികളെ കുറെ വർഗ കിങ്ഡങ്ങളാക്കിയിട്ടുണ്ട്. 5 കിങ്ഡ വർഗീകരണ രീതി കൊണ്ടുവന്നത് റോബർട്ട് വിറ്റേക്കർ. 6 കിങ്ഡ വർഗീകരണ രീതി കൊണ്ടുവന്നത് കാൾ വൗസ് ആണ്. ജീവികളെ 6 കിങ്ഡ വർഗീകരണ രീതി കൊണ്ടുവന്നത് കാൾ വൗസ്. പഠിച്ചു വെച്ചിരിക്കണേ, ഇതൊക്കെ ബേസ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ സ്കൂൾ ടെസ്റ്റുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് തന്നത്, കാരണം ഇത് വരാം. 5 കിങ്ഡം ആയിട്ട് ജീവികളെ വേർതിരിച്ചത് റോബർട്ട് എച്ച് വിറ്റാക്കർ. 6 കിങ്ഡം ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കാൾ വൗസ്. ഓക്കെ, ബാക്ടീരിയ കിങ്ഡത്തെയാണ് വീണ്ടും 2 മാറ്റിയത്. ഓക്കെ, നമുക്ക് ആ പ്രധാനപ്പെട്ട ഈ ബാക്ടീരിയ വർഗത്തിൽപ്പെട്ട ജീവികളെ കിങ്ഡത്തെ മൊണീറ എന്ന് വിളിക്കുന്നു. അമീബ, പാരമീസിയം, യൂക്ലീന ഇവയെ പ്രോട്ടിസ്റ്റ വിഭാഗത്തിൽ പെടുന്നു. അപ്പൊ മൊണീറ വിഭാഗത്തിൽ ബാക്ടീരിയ, പ്രോട്ടിസ്റ്റ വിഭാഗത്തിൽ അമീബ, പാരമീസിയം, യൂക്ലീന, ഫംജെ, പൂപ്പൽ, ഈസ്റ്റ് ഇതൊക്കെ വരുന്നത് ഫംജെ എന്ന് പറയുന്ന വർഗീകരണ രീതിയിലാണ്. പ്ലാന്റ് എന്ന് പറഞ്ഞാല് ആല്, ചെമ്പരത്തി, ആൽമരം, അതായത് നമ്മുടെ സാധാ നെല്ല്, ചെമ്പരത്തി ഇതൊക്കെ നമുക്ക് ഏതായിട്ട് പറയാം? പ്ലാന്റേ പറയാം. അനിമേലിയ അതായത് മനുഷ്യൻ, മത്സ്യം, കടുവ, ഉരകങ്ങൾ ഇതൊക്കെ അനിമേലിയയിലാണ് വരുന്നത്. മനുഷ്യൻ, മത്സ്യം, കടുവ, ഉരകങ്ങളൊക്കെ അനിമേലിയയിൽ വരുന്നത്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ, അത് ചോദിക്കാം. ഇനി പുരുഷന്റെ ലൈംഗിക ഹോർമോണിന്റെ പേര് ടെസ്റ്റോസ്റ്റിറോൺ. സ്ത്രീയുടെ ലൈംഗിക ഹോർമോൺ ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണും. പഠിച്ചു വെച്ചിരിക്കുക. ചിലപ്പോൾ താഴെ കാണുന്നതിൽ പുരുഷ ലൈംഗിക ഹോർമോൺ ഏത് എന്ന് ചോദിക്കാം. ടെസ്റ്റോസ്റ്റിറോൺ ആണ്. സ്ത്രീകൾക്ക് 2 ലൈംഗിക ഹോർമോൺ ഉണ്ട്, ഈസ്ട്രജനും പ്രൊജസ്റ്ററോണുമാണ്. അല്ലെ, മനുഷ്യ ശരീരത്തിൽ മൊത്തം ക്രോമസോമുകളുടെ എണ്ണം 46 ആണ്. ക്രോമസോം സംഖ്യ എത്രയാണ്? 46 ആണ്. അല്ലെ, ഇനി ചലനങ്ങൾ എന്ന് പറയുന്ന ഒരു പോർഷനിൽ കിടപ്പുണ്ട് 6ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ. നമുക്ക് ഒത്തിരി ചലനമുണ്ട്. നേർരേഖാ ചലനമുണ്ട്, ഭ്രമണ ചലനമുണ്ട്, വർത്തുള ചലനമുണ്ട്, ദോലനമുണ്ട്. നേർരേഖ നമുക്കെല്ലാം നേർരേഖയിൽ പോകുന്നതാ. ഭ്രമണ ചലനത്തിന് കുറച്ച് ഉദാഹരണം കൊടുത്തിരിക്കുന്നു. ഒന്ന് പമ്പരത്തിന്റെ ചലനം, ശരിയല്ലേ? ഭ്രമണം, അവിടെ നിന്നുകൊണ്ട് ചുറ്റുകയാണ്. നമ്മുടെ ഭൂമിയുടെ ചലനം, സൂര്യൻ അവിടെ നിൽക്കുന്നു, സൂര്യനെ ചുറ്റുന്നത് ഭ്രമണ ചലനം. ഇലക്ട്രിക് മോട്ടോറിന്റെ ചലനം ഭ്രമണ ചലനമാണ്. അപ്പം ഭ്രമണ ചലനത്തിന് ഉദാഹരണം പമ്പരത്തിന്റെ ചലനം, ഭൂമിയുടെ ചലനം, ഇലക്ട്രിക് മോട്ടോറിന്റെ ചലനം ഭ്രമണ ചലനമാണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. വർത്തുള ചലനത്തിന് ഉദാഹരണം കോമ്പസിലെ പെൻസിലിന്റെ ചലനം. ശരിയാണ്, കോമ്പസിലെ പെൻസിലിന്റെ ചലനം വർത്തുളമാണ്. ചരടിൽ കെട്ടിയ
കല്ല് കറക്കുമ്പോൾ കല്ലിന്റെ ചലനം വർത്തുളമാണ്. അതുപോലെ ഫാനിന്റെ ദളങ്ങളിലെ അഗ്രഭാഗത്തൊട്ടിച്ച ഒരു പൊട്ടിന്റെ ചലനം, ഫാനിന്റെ ദളങ്ങളിലെ അഗ്രഭാഗത്ത് എന്തെങ്കിലും ഒട്ടിച്ച ആ പൊട്ടിന്റെ ചലനം വരുന്നത് വർത്തുള ചലനം. കളിപ്പാട്ട ട്രെയിൻ വൃത്താകൃതിയിലൂടെ ട്രാക്കിലൂടെ സഞ്ചരിച്ചു വരുന്നതും വർത്തുള ചലനം. അതൊക്കെ ആ സെന്റൻസ് വായിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ആ വർത്തുള ചലനം കിട്ടും. അടുത്തത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചലനമാണ് ദോലനം. ദോലനത്തിന് ഉദാഹരണം പഠിച്ചു വെച്ചിരിക്കണേ. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ദോലനമാണ്. ഊഞ്ഞാലിന്റെ ചലനം ദോലനമാണ്. ന്യൂട്ടന്റെ തൊട്ടിൽ ദോലനമാണ്. സിസോ ദോലനമാണ്. തയ്യൽ മെഷീൻ ദോലനവും പറയാം, വർത്തുള ചലനവും പറയാം കേട്ടോ. തയ്യൽ മെഷീൻ ദോലനത്തിനും പറയാം, വർത്തുള ചലനത്തിനും പറയാം. അപ്പൊ ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, ന്യൂട്ടന്റെ തൊട്ടിൽ, സീസോ, ഇതൊക്കെ ദോലനത്തിന് ഉദാഹരണമായിട്ട് പറയാം. അപ്പൊ അത് ഇത്രയും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി ഇതാ വരുന്ന ഉറപ്പായിട്ട് വരുമെന്ന് പറയുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ, രാസമാറ്റം ഭൗതിക മാറ്റത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് സ്കൂൾ ടെസ്റ്റിൽ കിടക്കുന്നത്? ഇത് സ്കൂൾ ടെസ്റ്റിൽ കിടക്കുന്ന പോയിന്റുകളാണ്. ഇരുമ്പ് തുരുമ്പിക്കുന്നത് രാസമാറ്റം, സ്ഥിരമാറ്റമാണ്. പിന്നീട് ഇതിനെ ഉണ്ടാക്കാൻ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇരുമ്പ് തുരുമ്പിക്കുക, വിറക് കത്തി ചാരമാകുക, പാല് തൈരാകുക, ഭക്ഷണം പാകം ചെയ്യുക, ദഹനം, പേപ്പർ കത്തുന്നത്, ഫലങ്ങൾ പഴുക്കുന്നത്, പടക്കം പൊട്ടുന്നത്, ഇതൊക്കെ രാസമാറ്റത്തിന് ഉദാഹരണം. ഇരുമ്പ് തുരുമ്പിക്കുന്നത്, വിറക് കത്തുന്നത്, പാൽ തൈരാകുന്നത്, ഭക്ഷണം പാകം ചെയ്യുന്നത്, ദഹനം, പേപ്പർ കത്തുന്നത്, ഫലങ്ങൾ പഴുക്കുന്നത്, പടക്കം പൊട്ടുന്നത്, ഇതൊക്കെ ഏതാണ്? ഇത് നമ്മുടെ രാസമാറ്റത്തിന് ഉദാഹരണം. ഭൗതിക മാറ്റം നോക്കാം. ജലം ഐസാകുക, മെഴുക് ഉരുകുക, മെഴുക് കത്തുന്നത് വരരുത്, മെഴുകുതിരി കത്തുന്നത് എവിടെ വരും? ഇവിടെ മെഴുകുതിരി കത്തുന്നത് രാസമാറ്റത്തിൽ വരണം കേട്ടോ. മെഴുകുതിരി കത്തുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങ് തീർന്നു പോയല്ലേ. മറ്റേത് ഉരുകുക എന്ന് പറഞ്ഞാൽ ഉരുകിയതാ, പിന്നെയും മെഴുകാക്കി മാറ്റാം അല്ലെ. അപ്പം ജലം ഐസാകുന്നത് നമുക്ക് വീണ്ടും ജലമാക്കാം. മെഴുകുരുകുന്നു, ഐസ് ഉരുകുന്നു, ഉപ്പ് ജലത്തിൽ ലയിക്കുന്നു, ഗ്ലാസ് പൊട്ടുന്നു, കടലാസ് കീറുന്നു, കടലാസ് കീറുന്നു, ഗ്ലാസ് പൊട്ടുന്നു, ഇതൊക്കെ ഏതാ? ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്. ഇനി പ്രധാനപ്പെട്ട മൂലകങ്ങൾ, പ്രതീകങ്ങൾ ഉറപ്പായിട്ട് വരാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രധാനപ്പെട്ട മൂലകങ്ങൾ, പ്രധാനങ്ങൾ. സോഡിയം, കുറച്ച് പ്രതീകങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. സോഡിയം, നാട്രിയം, Na. സോഡിയം, നാട്രിയം, Na. പൊട്ടാസ്യം, കാലിയം, K. പൊട്ടാസ്യം, കാലിയം, K. ഇരുമ്പ്, ഫെറം, Fe. ഇരുമ്പ്, ഫെറം, Fe. സ്വർണം, ഓറം, Au. ഓറം, Au. ചെമ്പ്, കുപ്രം, Cu. ചെമ്പ്, കൊപ്രം, Cu. വെള്ളി, അർജന്റം, Ag. അർജന്റം, Ag. ടിന്ന്, സ്റ്റാനം, Sn. ടിന്ന്, സ്റ്റാനം, Sn. ലെഡ്, പ്ലംബം, Pb. മെർക്കുറി, ഹൈഡ്രാർജിറം, Hg. ടങ്സ്റ്റൻ, വുൾഫ്രം, W. ടങ്സ്റ്റൻ, വുൾഫ്രം, W. അപ്പൊ സോഡിയം Na, പൊട്ടാസ്യം K, ഇരുമ്പ് Fe, സ്വർണം Au, ചെമ്പ് Cu, വെള്ളി Ag, ടിന്ന് Sn, ലെഡ് Pv, മെർക്കുറി Hg, ടങ്സ്റ്റൻ W. ടങ്സ്റ്റൻ W. ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, ടങ്സ്റ്റൻ W. ഓക്കെ, അപ്പൊ അത് ഇത്രയാണ് നോക്കുന്നത് നമ്മുടെ ഇന്നത്തെ ചെറിയ സയൻസ്. ഇന്ന് ഞാൻ റിവിഷൻ കുറച്ച് ഭാഗം പറഞ്ഞു തരട്ടെ. റിവിഷൻ കുറച്ച് നേരം ഫ്രീ ആയിട്ട് എവിടെങ്കിലും ചാരി വെച്ച് കേൾക്കട്ടെ. ഇന്നത്തെ 6ാം ക്ലാസ്സിലെ സയൻസിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം പരീക്ഷയ്ക്ക് വരുന്നതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, സയൻസ് എഴുതിയിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് സയൻസ് അല്ലാതുള്ളതൊക്കെ ഒന്ന് റിവിഷൻ നടത്തി തരാണേ. ഓക്കെ, ഫ്രീ ആയിട്ട്. ഈ ഐസോ ബാറും ഐസോ ടോപ്പുകളും ഇല്ലേ, എന്താണ് ഐസോ ബാറുകൾ എന്ന് പറഞ്ഞാൽ? ഒരേ അറ്റോമിക നമ്പർ വരുന്നത് ഐസോടോപ്പ് ആണ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും വരുന്നത് ഏതാണ്? ഐസോടോപ്പ് ആണ് വരുന്നത്. പക്ഷേ ഒരേ മാസ് നമ്പർ വരുമ്പോഴാണ് ഐസോ ബാർ വരേണ്ടത്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും വന്നാൽ ഐസോ ബാറുകളും, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും വന്നാൽ ഏതാണ്? ഐസോ ബാറുകളുമാണ് അല്ലെ. തുല്യ എണ്ണം ന്യൂട്രോണുകൾ വന്നാൽ ഏതാണ്? ഐസോട്ടോണുകളാണ്. തുല്യ എണ്ണം ന്യൂട്രോണുകൾ വന്നാൽ ഏതെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നിന്നും ഡച്ചുകാരെ പുറത്താക്കിയ യുദ്ധം ഏതായിരുന്നു? ഡച്ചുകാരെ പുറത്താക്കിയത് കുളച്ചൽ യുദ്ധം. ഏത് വർഷമാണ് കുളച്ചൽ യുദ്ധം? 1741 ഓഗസ്റ്റ് 10 അല്ലെ. വലിയ കപ്പിത്താൻ എന്ന് വിളിക്കുന്ന ദിലനോയും മാർത്താണ്ഡവർമ്മയും തമ്മിലല്ലായിരുന്നോ കുളച്ചൽ യുദ്ധം? വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ദിലനോയും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. അതോടുകൂടി ഡച്ചുകാരെ ഇന്ത്യയിൽ നിന്നും പുറത്തായി. എന്താണ് ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ നിന്ന് പോകുന്നത്?
1954 ഫ്രഞ്ചുകാരെ ഇന്ത്യയിൽ നിന്ന് പോകുന്നത്. നമ്മുടെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്ന് പോയത് 1961 കൂടിയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്ന് പോകുന്നത്. ഓപ്പറേഷൻ വിജയ് എന്നല്ലേ പറയുന്നത്. അപ്പൊ പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടു പോയതിനെ ഓപ്പറേഷൻ വിജയ് അല്ലെ, ഗോവ വിമോചനം എന്നൊക്കെ നമുക്ക് പറയാം. ഓപ്പറേഷൻ വിജയ്. ആ സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി മലയാളിയായ VK കൃഷ്ണമേനോനാണ്. ഓപ്പറേഷൻ വിജയ് സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാണ്? VK കൃഷ്ണമേനോൻ. നമുക്ക് 2 പ്രതിരോധ മന്ത്രിമാരാണ് മലയാളികൾ ഉള്ളത്. ഒന്ന് VK കൃഷ്ണമേനോനും പിന്നെ ആരാ? AK ആന്റണിയും. AK ആന്റണിയുമാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തെത്തിയ മലയാളികൾ ആരെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഗോവ വിമോചന സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ. ഏത് ജില്ലക്കാരൻ? കോഴിക്കോട്. വർഗീസ് കുര്യനും ഏത് ജില്ലയാ? വർഗീസ് കുര്യനും കോഴിക്കോട് ജില്ല. ധവള വിപ്ലവത്തിന്റെ പിതാവല്ലിയുടെ വർഗീസ് കുര്യൻ. ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വർഗീസ് കുര്യന്റെ ആ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ഫ്ലഡ് എന്നതാണ്. 1970 നടപ്പിലാക്കിയ ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഫ്ലഡ്. പാലും പാലുൽപ്പന്നവുമായി ബന്ധപ്പെടുന്നതാണ്. ഈ വർഗീസ് കുര്യന്റെ മാക്സേസെ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. മാക്സേസെ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് വർഗീസ് കുര്യൻ. അദ്ദേഹവും കോഴിക്കോടുകാരന്. ഈ കോഴിക്കോടല്ലേ തടി വ്യവസായ കേന്ദ്രമുള്ളത്? കല്ലായി. കോഴിക്കോട് പ്രശസ്തമായ തടി വ്യവസായ കേന്ദ്രം കല്ലായിയാണ്. കോഴിക്കോട് പ്രധാനപ്പെട്ട ഓട് വ്യവസായ കേന്ദ്രം ഏതാ? ഫറോക്ക്. ഓട് വ്യവസായ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ ഫറോക്ക് ആണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോടല്ലേ? ആണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി വന്നത് കോഴിക്കോട്. ഏതാ? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി 1972 വന്നത് കുറ്റ്യാടി പുഴയിലാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടി പുഴയാണ്. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടി പുഴയാണ്. കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് ഏതാ? മാഹി പുഴ അഥവാ മയ്യഴി പുഴയാണ്. കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മാഹി പുഴ അഥവാ മയ്യഴി പുഴ. ഏറ്റവും കൂടുതൽ നദികളുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡ് ജില്ലയിലെ. കേരളത്തിലെ 14ാമത്തെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഏതാ? കാസർഗോഡ്. 1984 മെയ് 24 വന്നത്. 1984 കേരളത്തിലെ 14ാമത്തെ ജില്ല വന്നത്. ഏതാ? കാസർഗോഡ്. 13ാമത്തെ ജില്ല പത്തനംതിട്ടയാണ്. കേരളത്തിന്റെ 13ാമത്തെ ജില്ല പത്തനംതിട്ട 1982 വന്നു. 12ാമത്തെ ജില്ല വയനാട് 80 വന്നു. അപ്പൊ 12ാമത്തെ ജില്ല വയനാട് 80 വന്നു. 13ാമത്തെ ജില്ല പത്തനംതിട്ട. 14ാമത്തെ ജില്ല കാസർഗോഡ്. വയനാടല്ലിയുടെ എടക്കൽ ഗുഹ ഏത് ശിലായുഗത്തിന് ഉദാഹരണം എന്ന് ചോദിച്ചിട്ടുണ്ട്. എടക്കൽ ഗുഹ നവീന ശിലായുഗത്തിന് ഉദാഹരണമാണ്. ആരാ കണ്ടെത്തിയത്? ഫ്രെഡ് ഫോസറ്റ്. എടക്കൽ ഗുഹ കണ്ടെത്തിയത് ആരാണ്? ഫ്രെഡ് ഫോസറ്റ് ആണ്. ഏത് മലയിലെ? അമ്പുകുത്തി മലയിൽ. അപ്പൊ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിലാണ്. ഫ്രെഡ് ഫോസറ്റ് ആണ് കണ്ടെത്തിയത്. നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ടത് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് എടക്കൽ ഗുഹ. കബനി നദി സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലല്ലേ? ആണ്. കബനി നദി കാവേരി നദിയുടെ പോഷക നദിയല്ലേ? ആണ്. കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി നദി എന്ന് പറയുന്നത്. കബനി നദിയിലെ ഒരു നദീദ്വീപല്ലേ കുറുവാ ദ്വീപ്. കുറുവാ ദ്വീപ് കബനി നദിയില. ഈ കബനി നദി കാവേരിയിൽ പതിക്കുന്നത് എവിടെ വെച്ച് എന്ന് ചോദിച്ചിട്ടുണ്ട്. തിരുമക്കുടൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. തിരുമക്കുടൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത് എവിടെ പതിക്കുന്നത്? നമ്മുടെ കാവേരി നദിയിൽ പതിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കാവേരി നദിയിലെ ശിവസമുദ്രം പ്രോജക്റ്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കാവേരി നദിയിലെ ശിവസമുദ്രം പ്രോജക്റ്റ് 1902 ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടം അഥവാ ജർസപ്പോ വെള്ളച്ചാട്ടമാണ്. ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ശരാവതി നദിയിലാണ്. കർണാടകയിലെ ഷിമോഗ ജില്ലയിലെ ശരാവതി നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം. ഇന്ത്യയിലെ ഏറ്റവും വീതി കൂടിയ വെള്ളച്ചാട്ടം ഛത്തീസ്ഗഡിലാണ്. ചിത്രകോട്ട് വെള്ളച്ചാട്ടം. ഏറ്റവും വീതി കൂടിയ വെള്ളച്ചാട്ടം ഛത്തീസ്ഗഡിലെ ചിത്രകോട്ട് വെള്ളച്ചാട്ടം ഇന്ദിരാവതി നദിയിലാണ്. ഇന്ദിരാവതി. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയല്ലേ ദാമോദർ. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ബംഗാളിന്റെ ദുഃഖം ദാമോദർ, ബീഹാറിന്റെ ദുഃഖം കോസി, ഒഡീഷയുടെ
ദുഃഖം മഹാനദി, ആസാമിന്റെ ദുഃഖം ഏതെന്ന് വെച്ചാൽ ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ ചുവന്ന നദിയും ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നതും ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നതും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള നദി ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയുടെ പേര് സുബൻസിരി എന്നതാണ്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയുടെ പേര് സുബൻസിരി. പിന്നെ ടീസ്റ്റ, മാനസ്, ലോഹിത് ഇതൊക്കെ നമ്മുടെ ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാ? അത് സിക്കിമിന്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന ടീസ്റ്റയാണ്. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി സിക്കിമിന്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന ഏതാണ്? ടീസ്റ്റ നദിയാണ് അല്ലെ. കാർഗിലിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി സുരു ആണ്. കാർഗിലിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി സുരു. സിയാച്ചിന്റെ തീരത്തൂടി ഒഴുകുന്നത് നൂബ്രയാണ്. സിയാച്ചിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാണ്? നൂബ്രയാണ് സിയാച്ചിൻ്റെത്. ഈ കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് വെച്ചിട്ടുണ്ട്? ബിയാസ് നദിയാ. കുളു മണാലി താഴ്വരകളുടെ തീരത്തൂടി ഒഴുകുന്നത് ബിയാസ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു. ഇന്ത്യയുടെ ഏറ്റവും വലിയ നദി ഗംഗയും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി അല്ലെങ്കിൽ ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരിയുമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു. ഇന്ത്യയുടെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗംഗ. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഏതാണ്? നമ്മുടെ ഗോദാവരി. ദക്ഷിണ ഗംഗയെന്നും വൃദ്ധഗംഗയെന്നും ഗോദാവരിയെ വിളിക്കുന്നുണ്ട്. ദക്ഷിണ ഗംഗ, വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി. പോളാവാരം അണക്കെട്ട് ഗോദാവരിയിലാണ്. പോളാവാരം അണക്കെട്ട് ഗോദാവരിയിലാണ്. അതുപോലെ അർദ്ധഗംഗ, പാതാളഗംഗ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് നദിയാ? അത് കൃഷ്ണ. അർദ്ധഗംഗ, പാതാളഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ. കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? അത് ചോദിച്ചിട്ടുണ്ട്. കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലീശ്വറിൽ നിന്നാണ്. മഹാരാഷ്ട്രയിലെ മഹാബലീശ്വറിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. കാവേരി നദി ഉത്ഭവിക്കുന്നത് കർണാടകയിലെ കുടകിലെ തലക്കാവേരിയിൽ നിന്നാണ്. കർണാടകയിലെ കുടകിലെ തലക്കാവേരിയിൽ നിന്നും ആര് വരുന്നത്? കാവേരി നദി ഉത്ഭവിക്കുന്നു. കാവേരി നദിയുടെ പോഷക നദി കബനി, അമരാവതി ഇതൊക്കെ കാവേരി നദിയുടെ പോഷക നദി. ഭീമ, തുംഗഭദ്രയൊക്കെ നമ്മളെ കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. ഭീമ, തുംഗഭദ്ര കൃഷ്ണ നദിയുടെ പോഷക നദി. ഇബ്, ടെല്ല് ഇതൊക്കെ മഹാനദിയുടെ പോഷക നദിയാണ്. ഇബ്, ടെല്ല് എന്നിവ മഹാനദിയുടെ പോഷക നദിയാണ്. ഇബ്, ടെല്ല് എന്നറിയുന്നത്. അത് എത്രയൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പം പോളാവാരം അണക്കെട്ട് ഏത് നദിയിലാണ്? പോളാവാരം അണക്കെട്ട് ഗോദാവരി നദിയിലാണ്. അപ്പൊ ഡച്ചുകാരെ പുറത്താക്കിയ യുദ്ധം ഏതാ? കുളച്ചൽ യുദ്ധം. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ദിലനോയി. മാർത്താണ്ഡവർമ്മയുടെ യഥാർത്ഥ നാമം എന്താണ്? അനിഴം തിരുനാളാണ് മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മയല്ലേ? ആണ്. മലയാളത്തിലെ ആദ്യ ചരിത്ര സിനിമയും ഏതാ? മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ എന്നും മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര സിനിമ എന്നറിയപ്പെടുന്നതും ഏതാണ്? മാർത്താണ്ഡവർമ്മ. എഴുതിയതാരാ? സി വി രാമൻ പിള്ളയ. അപ്പൊ മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് സി വി രാമൻ പിള്ള. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നീ നോവലുകൾ എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് സി വി രാമൻ പിള്ളയാണ്. ഈ സി വി രാമൻ പിള്ളയാണ് മലയാളി മെമ്മോറിയൽ എഴുതിയത്. 1891 ജനുവരി 1 സമർപ്പിച്ച മലയാളി മെമ്മോറിയൽ എഴുതിയത് ആരാണ്? സി വി രാമൻ പിള്ള. ആരാ മലയാളി മെമ്മോറിയലിന്റെ നേതാവ്? ബാരിസ്റ്റർ ജി പി പിള്ള. ബാരിസ്റ്റർ ജി പി പിള്ളയാണ് മലയാളി മെമ്മോറിയലിന്റെ നേതാവ്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ, ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്ന ഏക മലയാളി, ഒന്നാം നമ്മുടെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി, ഇതൊക്കെ ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. അപ്പൊ മലയാളി മെമ്മോറിയലിന്റെ നേതാവ് ബാരിസ്റ്റർ ജി പി പിള്ള. മലയാളി മെമ്മോറിയലിന്റെ വർഷം 1891 ആണ്. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം തിരുവിതാംകൂറുകാർക്ക് എന്നത്. ഈഴവ മെമ്മോറിയൽ 1896, അതും ശ്രീമൂലം തിരുനാളിനാണ് കൊടുത്തത്. ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയൽ കൊടുക്കുന്നത് 1896. രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്ന് വിളിക്കുന്നത് 1900 ആണ്. അത് നമ്മുടെ ഡോക്ടർ പൽപ്പു ശ്രീമൂലം തിരുനാളിനല്ല കൊടുത്തത്, കട്സൺ പ്രഭുവിനാണ് കൊടുക്കുന്നത്. എന്നാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ ആർക്കാ കൊടുക്കുന്നത്? കട്സൺ പ്രഭുവാണ് അല്ലെ. അപ്പൊ 1891 മലയാളി മെമ്മോറിയൽ. അതിനിടയ്ക്കല്ലേ നമുക്കൊരു വില്ലുവണ്ടി യാത്ര അയ്യങ്കാളി നടത്തിയത്? ഏത് വർഷമാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്? 1893. അപ്പൊ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര ഏത് വർഷമാണ്? 1893.
1993. അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം ഏത് വർഷമാണ്? 1907 സാധുജന പരിപാലന സംഘം 1907. അതുപോലെ അയ്യങ്കാളി പുലേലകള പെരിനാട് ലകളെയൊക്കെ നടത്തിയത് 1915. പുലേലകളെയും പെരിനാട് ലകളെയും അയ്യങ്കാളി നടത്തിയത് ഏത് വർഷമാണ്? 1915. അയ്യങ്കാളിയെ ഇന്ത്യയുടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിളിച്ചത് EK നയനാരാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അയ്യങ്കാളിയെ വിളിച്ചതാരാണ്? നമ്മുടെ EK നയനാരാണ്. ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ ഭരിച്ച മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ EK നയനാരല്ലേ പറയുന്നത്. കൂടുതൽ തവണ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ആരെയാ? തവണ ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് കരുണാകരനെയും, കൂടുതൽ കാലം എന്ന് ചോദിച്ചാൽ EK നയനാർ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇരുന്നത് പിണറായി വിജയനാണ് അല്ലെ. EK നയനാരുടെ ആത്മകഥയുടെ പേര് തെറ്റരുത്. EK നയനാരുടെ ആത്മകഥയുടെ പേര് എന്റെ സമരം എന്നതാണ്. എന്റെ സമരമാണ് EK നയനാരുടേത്. കരുണാകരന്റെ ആത്മകഥയുടെ പേര് പതറാതെ മുന്നോട്ട്. പതറാതെ മുന്നോട്ടാണ് കരുണാകരന്റെ ആത്മകഥയുടെ പേര്. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേര് കാലം സാക്ഷി എന്നതാണ്. തുറന്നിട്ട വാതിലും അദ്ദേഹത്തിന്റെ ഒരു പ്രധാന കൃതിയാണ്. കാലം സാക്ഷിയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആത്മകഥ. ആരുടെ? ഉമ്മൻചാണ്ടിയുടെ. EMSന്റെയോ? EMSന്റേത് ആത്മകഥ എന്ന് തന്നെയാണ്. EMSന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന്. അദ്ദേഹം ഐക്യ പ്രസ്ഥാനവുമായി എഴുതിയ കൃതിയാ 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ EMSന്റെ പ്രധാന കൃതിയാണ്. പിന്നെ കേരളം മലയാളികളുടെ മാതൃഭൂമി, മൂലധനം ഒരു മുഖവുര, ജവഹർലാൽ നെഹ്റു, കേരളം ഇന്നലെ ഇന്ന് നാളെ, ഇതൊക്കെ നമ്മുടെ EMSന്റെ പ്രധാന കൃതിയാണ്. എന്നാണ് EMS മന്ത്രിസഭ കയറുന്നത്? 1957 ഏപ്രിൽ 5 കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ കയറുന്നത്. 1957 ഏപ്രിൽ 5. കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ വീഴാൻ കാരണമായ ബില്ല് ഏതായിരുന്നു? ജോസഫ് ഉണ്ടശ്ശേരി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ല്. ജോസഫ് ഉണ്ടശ്ശേരി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ല്. എന്നാണ് വിമോചന സമരം? ഇതിനെ തുടർന്ന് 1959 മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരം നടത്തിയത്. 59 വിമോചന സമരം. മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തെ തുടർന്ന് നടത്തിയ ജാഥ ജീവശിഖാ ജാഥയാണ്. അപ്പൊ വിമോചന സമരത്തെ തുടർന്ന് നടത്തിയ ജാഥ ഏതാണ്? ജീവശിഖാ ജാഥ. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് നടത്തിയത് 1924 നവംബർ 1 അത് സവർണ ജാഥയാണ്. സവർണ ജാഥ. മന്നത്ത് പത്മനാഭനാണ് കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാ? മന്നത്ത് പത്മനാഭൻ. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധ പ്രസംഗമാണ് മുതുകുളം പ്രസംഗം നടത്തിയത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. എന്റെ ജീവിത സ്മരണകൾ. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് എന്റെ ജീവിത സ്മരണകൾ. ആരുടെ ആത്മകഥ എന്ന് ചോദിച്ചിട്ടുണ്ട്? മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ. അപ്പൊ EMSന്റെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥ. സുരേന്ദ്രൻ എന്ന തൂലികാനാമം EMSനുണ്ടായിരുന്നു കേട്ടോ. സുരേന്ദ്രൻ എന്ന തൂലികാനാമം ഏതാ? EMS. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ്. പട്ടം താണുപിള്ള. കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് ആദ്യമായി തുടക്കം കുറിക്കുന്നത് പട്ടം താണുപിള്ളയാണ്. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. ഈ പട്ടം താണുപിള്ള അല്ലാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചതും അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? 38 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചതിന്റെ ആദ്യ പ്രസിഡന്റ് ആരാ? പട്ടം താണുപിള്ള. ഈ 38 നമ്മുടെ അക്കമ്മ ചെറിയാൻ രാജധാനി മാർച്ച് നടത്തിയത്. അക്കമ്മ ചെറിയാന്റെ രാജധാനി മാർച്ച് ഏത് വർഷം എന്ന് ചോദിച്ചാലും 38. പിന്നെയുണ്ട് ഈ 38 നമ്മുടെ 38 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു സമരം നടന്നു. കടക്കൽ പ്രക്ഷോഭം. 1938 കടക്കൽ പ്രക്ഷോഭം. കൊല്ലം ജില്ലയിലാണ്. കടക്കൽ ഫ്രാങ്കോ എന്ന് വിളിക്കുന്ന ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ് കടക്കൽ പ്രക്ഷോഭത്തിന്റെ നേതാവ്. 38 ഈ 38 തന്നെയാണ് കല്ലറ പാങ്ങോട് സമരം. കല്ലറ പാങ്ങോട് സമരം ഏത് വർഷം എന്ന് ചോദിച്ചാലും 1938 തന്നെ. അപ്പൊ അക്കമ്മ ചെറിയാന്റെ രാജധാനി മാർച്ചും ഏതാണ്? 38. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിളിക്കുന്നത് അക്കമ്മ ചെറിയാൻ എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ്. അപ്പൊ അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിളിച്ചത് ആരാണ്? നമ്മുടെ ഗാന്ധിജിയെ. കേരളത്തിന്റെ ഝാൻസി റാണി ആനി മസ്കറിനും തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി അക്കമ്മ ചെറിയാന് അല്ലെ. ആനി മസ്കറിന് നല്ലൊരു ചോദ്യമുണ്ട്. ലോകസഭാ അംഗമാകുന്ന ആദ്യ മലയാളി വനിത. ലോകസഭാ അംഗമാകുന്ന ആദ്യ മലയാളി വനിത ആരാണ്? ആനി മസ്കറിന്. രാജ്യസഭാ അംഗമാകുന്ന ആദ്യ മലയാളി വനിത ലക്ഷ്മി എൻ മേനോനാണ്. രാജ്യസഭാ അംഗമാകുന്ന ആദ്യ മലയാളി വനിത ആരാണ്? ലക്ഷ്മി എൻ മേനോനാണ്. പക്ഷെ അവര് ബീഹാറിൽ നിന്നാണ് ആകുന്നത്. നിങ്ങളോട് ഇനി എടുത്തെങ്ങാനും ചോദിക്കും, കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ലോകസഭയിലേക്ക് പോയ മലയാളി വനിത ഭാരതി ഉദയഭാനു 54. ലക്ഷ്മി എൻ മേനോൻ 52 ബീഹാറിൽ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ നിന്നും ആദ്യമായി രാജ്യസഭയിലേക്ക് പോയ മലയാളി വനിത ആരാണ്? മലയാളി വനിത ആരെന്ന് ചോദിച്ചാൽ ഭാരതി ഉദയഭാനു 1951
54-ലാണ്. 54 ഈ അമ്മു സ്വാമിനാഥൻ എന്ന് കേട്ടിട്ടുണ്ടോ? അമ്മു സ്വാമിനാഥന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? രാജ്യസഭയിലെയും ലോകസഭയിലും അംഗമായ ഒരേ ഒരു മലയാളി വനിത. രാജ്യസഭയിലും ലോകസഭയിലും അംഗമായ ഒരേ ഒരു മലയാളി വനിത ആരാണ്? അത് അമ്മു സ്വാമിനാഥനാണ്. രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് എത്ര പേരെ നാമനിർദ്ദേശം ചെയ്യാം? 12 പേരെ നാമനിർദ്ദേശം ചെയ്യാം. അങ്ങനെ ആദ്യമായി നാമനിർദ്ദേശം ചെയ്ത വനിത രുക്മിണി ദേവി അരുണ്ടേലാണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ വനിത ആരാണ്? രുക്മിണി ദേവി അരുണ്ടേൽ, പ്രശസ്ത നർത്തകിയാണ്. തമിഴ്നാട്ടിൽ കലാക്ഷേത്ര, അടയാറിൽ കലാക്ഷേത്രയൊക്കെ സ്ഥാപിച്ചത് രുക്മിണി ദേവി അരുണ്ടേൽ. കേരളത്തിൽ നിന്ന് ആദ്യമായി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് നമ്മുടെ സർദാർ KM പണിക്കരെയാണ്. അപ്പൊ കേരളത്തിൽ ആദ്യമായി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത വ്യക്തി ആരാണ്? സർദാർ KM പണിക്കർ. പിന്നെ ഡോക്ടർ G രാമചന്ദ്രൻ പോയി, G ശങ്കരക്കുറുപ്പ് പോയിട്ടുണ്ട്, അബു എബ്രഹാം പോയിട്ടുണ്ട്, കസ്തൂരി രംഗൻ പോയിട്ടുണ്ട്, സുരേഷ് ഗോപി പോയിട്ടുണ്ട്, PT ഉഷ പോയിട്ടുണ്ട്. ഇപ്പൊ അവസാനമായി പോയത് കണ്ണൂരിൽ നിന്ന് സദാനന്ദൻ മാസ്റ്ററും പോയിട്ടുണ്ട്, സാമൂഹ്യ പ്രവർത്തകനായ സദാനന്ദൻ മാസ്റ്റർ. അപ്പൊ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് സർദാർ KM പണിക്കർ. രാഷ്ട്രപതിക്ക് 12 പേരെ. ഈ രാജ്യസഭയുടെ ചേംബർ എന്തിന്റെ ആകൃതിയിൽ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഏതാ? താമരയുടെ ആകൃതിയിലാണ്. രാജ്യസഭയുടെ ചേംബർ താമരയുടെ ആകൃതിയിലും ലോകസഭയുടെ ചേംബർ നിർമ്മിച്ചിരിക്കുന്നത് മയിലിന്റെ ആകൃതിയിലുമാണ്. ലോകസഭയുടെ അധോസഭ, പാർലമെന്റിന്റെ അധോസഭയല്ലേ ലോകസഭ ആണ്. പാർലമെന്റിന്റെ ഉപരിസഭ, മുതിർന്നവരുടെ സഭ എന്നൊക്കെ വിളിക്കുന്നത് ഏതാ? രാജ്യസഭ. ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങളും ലോകസഭാ അംഗങ്ങളും ഉത്തർപ്രദേശിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങളും ലോകസഭാ അംഗങ്ങളും എവിടെ നിന്നാണ്? ഉത്തർപ്രദേശ്. കേരളത്തിൽ നിന്ന് രാജ്യസഭാ അംഗങ്ങൾ 9 പേരും ലോകസഭാ അംഗങ്ങൾ 20 പേരുമാണ് കേരളത്തിൽ നിന്ന് വിടുന്നത്. രാജ്യസഭാ അംഗങ്ങൾ 9 പേരും ലോകസഭാ അംഗങ്ങൾ 20 പേരും. കേരളത്തിൽ നിന്ന് ലോകസഭാ സംവരണ മണ്ഡലങ്ങൾ എത്ര എണ്ണം ഉണ്ട്? കേരളത്തിൽ ലോകസഭാ സംവരണ മണ്ഡലങ്ങൾ പട്ടികജാതി സംവരണ മണ്ഡലം 2 എണ്ണമേ ഉള്ളൂ, ആലത്തൂരും മാവേലിക്കരയും. അപ്പൊ കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? ആലത്തൂരും മാവേലിക്കരയുമാണ് അല്ലെ. സംസ്ഥാന നിയമസഭയിലേക്ക് പട്ടികജാതി സംവരണ മണ്ഡലം 14 എണ്ണം ഉണ്ടെങ്കിലും പട്ടിക വർഗ സംവരണ മണ്ഡലം 2 എണ്ണമേ ഉള്ളൂ. നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ പട്ടിക വർഗ മണ്ഡലങ്ങൾ 2 എണ്ണം. സുൽത്താൻ ബത്തേരി, മാനന്തവാടി മാത്രമേ ഉള്ളൂ പട്ടിക വർഗ സംവരണ മണ്ഡലം. നമുക്കിപ്പോ എത്ര ഗ്രാമപഞ്ചായത്ത് ഉണ്ട്? 941 ഗ്രാമപഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്തോ 152 ബ്ലോക്ക് പഞ്ചായത്ത്, 87 മുനിസിപ്പാലിറ്റി. താലൂക്ക് എത്ര എണ്ണം ഉണ്ട്? 78 താലൂക്കുകളുണ്ട്. ഇപ്പൊ എത്ര താലൂക്കുണ്ട്? 78. കേരളത്തിൽ ഇപ്പൊ എത്ര കോർപ്പറേഷൻ ഉണ്ട്? കോർപ്പറേഷനുകൾ എത്രയാന്ന് ചോദിച്ചാൽ 6 എണ്ണമാണ്. റവന്യൂ ഡിവിഷൻ 27 ആണ്. അപ്പൊ എത്ര പഞ്ചായത്ത് ഉണ്ട്? 941 പഞ്ചായത്ത്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ളത് മലപ്പുറത്താണ്. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്ത് വയനാട് ജില്ലയിലാണ്. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്ത് വയനാടും ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്ത് മലപ്പുറം ജില്ലയിലുമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ്. ഏറ്റവും ജനസംഖ്യ കുറവ് വയനാടാണ്. ജനസംഖ്യ കുറവ്. ജനസാന്ദ്രതയിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരവും, ജനസാന്ദ്രത കുറവ് ഇടുക്കിയുമാണ്. ജനസാന്ദ്രത കുറവ് ഇടുക്കിയുമാണ്. നമ്മൾ അത് പറയേണ്ടത്. അതൊന്നും ഓർത്ത്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതൽ കണ്ണൂരാണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതൽ ഏതാണ്? കണ്ണൂര്. ഏറ്റവും കുറവ് ഇടുക്കിക്കാ. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവ് എവിടെയെന്ന് ചോദിച്ചാൽ ഇടുക്കി. കടൽ തീരം കൂടുതലുള്ളത് കണ്ണൂരിനാണ്. കടൽ തീരം കുറവ് കൊല്ലം ജില്ലയ്ക്കാണ്. കടൽ തീരം കുറവുള്ളത് കൊല്ലം ജില്ലയ്ക്കാണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത 5 ജില്ലകളല്ലേ? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. അപ്പൊ കടൽ തീരമില്ലാത്ത കേരളത്തിലെ എത്ര ജില്ലകളുടെ? 5 ജില്ലകൾ. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട്, പാലക്കാടായിരുന്നു അല്ലെ. കേരളത്തിൽ വിസ്തീർണത്തിൽ എത്രാം സ്ഥാനമാണ്? നമുക്ക് വിസ്തീർണത്തിൽ നമുക്ക് 21ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ കണക്കനുസരിച്ച് വിസ്തീർണത്തിൽ 21ാം സ്ഥാനവും ജനസംഖ്യയിൽ 13ാം സ്ഥാനവും ജനസാന്ദ്രതയിൽ 3ാം സ്ഥാനമാണ്. അപ്പൊ വിസ്തീർണത്തിൽ ഇന്ത്യയിലെ 21ാം സ്ഥാനം കേരളത്തിന്, ജനസംഖ്യയിലെ 13ാം സ്ഥാനം, ജനസാന്ദ്രതയിൽ എത്രാം സ്ഥാനമാണ്? 3ാം സ്ഥാനമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാ? ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ്. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥ ഏതാ? ഉഷ്ണമേഖല. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥ ഏതാണ്? ഉഷ്ണമേഖല. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാ? പെരിയാർ. 1ാം സ്ഥാനത്ത് പെരിയാർ, 2ാം സ്ഥാനത്ത് ഭാരതപ്പുഴ, 3ാം സ്ഥാനത്ത് പമ്പ, 4ാം സ്ഥാനത്ത് ചാലിയാർ, 5ാം സ്ഥാനത്ത് ചാലക്കുടി പുഴ. അതിരപ്പള്ളിയും വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളും ഏത് നദിയിലാ? ചാലക്കുടി പുഴയിലാണ് അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ. ബാരിസ്, തിരുവിതാംകൂറിന്റെ ജീവൻ നാടി, പമ്പയുടെ ബാരിസ്
സയൻസ്, തിരുവിതാംകൂറിന്റെ ജീവൻ നാടി എന്നൊക്കെ അറിയപ്പെടുന്ന ദക്ഷിണ ഭഗീരഥി എന്നൊക്കെ അറിയപ്പെടുന്ന നദി ഏതാ? പമ്പ. ആറന്മുള ഉത്രിട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പയിലാണ്. ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് പമ്പയിലാണ്. രാജീവ് ഗാന്ധി ട്രോഫി ജലോത്സവം നടക്കുന്നതും പമ്പാ നദിയിലാണ്. അപ്പൊ ആറന്മുള ഉത്രിട്ടാതി വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി ജലോത്സവം, ചമ്പക്കുളം മൂലം വള്ളംകളിയൊക്കെ നടക്കുന്നത് ഏത് നദിയിലാണ്? പമ്പാ നദിയിലാണ്. ഭാരതപ്പുഴയുടെ പ്രത്യേകത എന്താണ്? ഭാരതപ്പുഴ നിള, പേരാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴ. നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായരാണ്. നിളയുടെ കഥാകാരൻ. പക്ഷെ നിളയുടെ കവി എന്ന് പറയുന്നത് P കുഞ്ഞിരാമൻ നായനാരാണ് നിളയുടെ കവി എന്നറിയപ്പെടുന്നത്. അപ്പൊ നിള, പേരാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഭാരതപ്പുഴയാണ് അല്ലെ. ഈ ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിളിച്ചത് എഴുത്തച്ഛനല്ലേ? ആണ്, എഴുത്തച്ഛനാണ്. ഭാരതപ്പുഴയുടെ പോഷക നദികളല്ലേ കുന്തിപ്പുഴയും തൂതപ്പുഴയും. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണെങ്കിലും സൈലന്റ് വാലിയിലൂടെ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴയാണ്. സൈലന്റ് വാലിയിലൂടെ ഉത്ഭവിക്കുന്ന നദി. അതുപോലെ ഈ ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച മീൻവല്ലം ജലവൈദ്യുത പദ്ധതി തൂതപ്പുഴയിലല്ലേ? ആണ്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച മീൻവല്ലം ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? തൂതപ്പുഴയിലാണ്. ഓക്കെ, കുറച്ച് റിവിഷനേ ആയുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഒരു ടോപ്പിക് വൈസ് വെച്ച് റിവിഷൻ കൊണ്ടുവരാം. പരീക്ഷ അടുത്തു. സയൻസ് അടുത്ത ക്ലാസ്സിൽ തീർച്ചയായിട്ടും സയൻസ് ഫുള്ളൊന്ന് റിവിഷൻ നടത്തി തരാം കേട്ടോ. ഓക്കെ, ഒത്തിരി സന്തോഷത്തോടെ പോയിരുന്ന് പഠിക്കുക. കിട്ടൂടെ ടോപ്പിക് അനുസരിച്ച് നല്ലവണ്ണം റിവിഷൻ നടത്തുക. അപ്പൊ സെറ്റ് ആവും. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും, പഠിക്കേ. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. വാശിയോടുകൂടി ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട്. എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ കവർ ചെയ്ത് ഫുള്ള് റിവിഷൻ കൊണ്ടുവരിക. സെറ്റ് ആവും ധൈര്യമായിട്ട്. മോക്ക് ടെസ്റ്റുകൾ ചെയ്യണേ. മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് മൈനസ് കുറച്ചുള്ള ആത്മവിശ്വാസം എത്തിക്കുക കേട്ടോ. ഓക്കെ, ഒത്തിരി സന്തോഷത്തോടെ നിർത്തുന്നു. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.